ഇതൊരു റോസയാണ്. ഇത് ലക്കി ബാമ്പു. ഈ മാവ് മാറ്റി നടണം. ഇതൊരു ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത്. പുല്ല് പിടിച്ച് നിൽപ്പുണ്ട്. അവിടെ നിറച്ച് തുളസിയാണ്. അതുകൊണ്ട് പുല്ല് വെട്ടാൻ നിവർത്തിയില്ല. കാരണം ഈ തുളസി പോവും. തുളസിയല്ല, തുളസി. ഇവിടെ അത്ര കാട് പിടിച്ച പോലെ തുളസിയാണ്. ഇത് മൊത്തം തുളസിയാണ്. അപ്പം അതുകൊണ്ട് ഇത് പോവും. ഇത് താനെ പൊടിച്ചു വന്നതാണ്. 1-2 തൈയൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി താനെ വളർന്നു വന്നതാണ്. അപ്പോൾ അത് വെട്ടിക്കളയാൻ മടിച്ചാണ്. ഈ പുല്ല് അത്ര ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഏരിയ ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ തുളസി അത്ര ശരിയാവണം. അത് വാടണം. അത് വാടണമെന്നല്ല, അത് അതിൻ്റെ കാലം കഴിഞ്ഞാലേ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആനമുന്തിരി സീതപ്പഴം എന്നൊക്കെ പറയില്ല, അതിൻ്റെ തൈയാണ്. പൂവിട്ട് തുടങ്ങി. പിന്നെ ഞാൻ ഈ മാവ് മാറ്റി നടണം. ഇത് ഒരു ചെറിയ പോട്ടിൽ 5-6 മാതളത്തിൻ്റെ തൈ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനൊന്ന് മാറ്റി നടണം. ഇതൊന്നും ഞാൻ നടന കാണിക്കാനില്ല. ഇതെല്ലാം നട്ടതിന് ശേഷം അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ആ പൂച്ച മാന്തുമെന്ന് എനിക്ക് പേടി. 1-2 വരെ മാന്തി. അതുകൊണ്ടാണ് ഞാൻ വിരട്ടിയത്. ഞാൻ പാലൊക്കെ കൊടുത്താണ് അതിനെ, മറ്റേ കവർ പാലൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുക്കുമായിരുന്നു. എന്നിട്ട് അതിപ്പോൾ വളർന്നിട്ടുണ്ട്. ഇതാന്നിപ്പോൾ ഉണ്ട്. പാവമാണ്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഈ പച്ചമുളകിൻ്റെ തൈ മാറ്റി നടണം. ഇത് കുറച്ച് ലക്കി ബാമ്പു. ഞാൻ പിന്നെ ഇങ്ങനെ സൈഡിലായിട്ട് മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. സൈഡിലല്ല, ഇങ്ങനെ. പൂച്ച ഇങ്ങനെ. പിന്നെ ഇത് സീതപ്പഴം എന്ന് പറഞ്ഞില്ല, ആനമുന്തിരി, അതിൻ്റെ തൈയാണ്. അപ്പോൾ ഇതും മാറ്റി നടണം. ഇതൊക്കെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ അങ്ങോട്ട് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് അവിടെ കുറച്ച് സ്ഥലമുണ്ട്. അങ്ങോട്ട് നമുക്ക് നോക്കാം. കറ്റാർവാഴ മാറ്റി നടാം. ഇതിൻ്റെ അകത്ത് ഇതൊരു വലിയ റംബൂട്ടാൻ. വലുതായില്ല, കാച്ചു തുടങ്ങിയില്ല, എന്നാലും വലുതാണ് അത്യാവശ്യം. എൻ്റെ പൊക്കം ഉണ്ടാവും. ഇവിടെ ഒരു ചെറിയ റംബൂട്ടാനുണ്ട്. ഇതിനെ അപ്പുറത്തോട്ട് മാറ്റി നടണം. ഇത് ചേച്ചിയുടെ വീടാണ്. അപ്പം ഇവിടെ എന്നുവെച്ചാൽ അവൾക്ക് കൊടുത്ത വീട്. അപ്പോൾ ഇവിടെ അവളെല്ലാം നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. സപ്പോട്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അപ്പുറത്തെ സ്ഥലത്ത് ഒന്നുമില്ല. അപ്പോൾ അവിടേക്ക് കുറച്ച് മാറ്റണം. ഈ പപ്പായ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്, കളർ അടിക്കണുണ്ട്. അപ്പോൾ ഇതിനി പറിക്കണം. അതുകൊണ്ട് കുറച്ചുണ്ട് പപ്പായ, കുറച്ചുണ്ട്. നല്ല മധുരമുള്ള പപ്പായ. മുഖത്തിട്ടാൽ വെളുക്കും, നല്ല ഗ്ലോയൊക്കെ വരും. അപ്പോൾ അത് പിന്നെ വീടിൻ്റെ എയർലിയാണ് തോന്നിക്കണം. ആ പൂച്ചയുടെ താഴെ ഇവിടെ 2-3 പൂച്ചയുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പൂച്ച, 3 പൂച്ച കുഞ്ഞുമായിട്ട് അടുത്തെവിടെയോ ഉണ്ട്. അത് ഞാൻ വീഡിയോ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാരണം ആ മാംഗോ ജ്യൂസിൻ്റെ വീഡിയോ ഇടണമെങ്കിൽ അത് മെയിനായിട്ട് അതൊരു ആവറേജ് ടേസ്റ്റായിരുന്നു. മാംഗോ ജ്യൂസ് ഭയങ്കര ഫ്രൂട്ടിയുടെ സ്ലൈസിൻ്റെ ടേസ്റ്റൊന്നുമില്ല. മധുരം നമ്മൾ കുറച്ചാണ് ഇട്ടേക്കണം. പിന്നെ നമ്മൾ ഒന്നും ചേർക്കണില്ലല്ലോ, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ ചേർക്കണുള്ളൂ.